ശാരീരികമായും മാനസികവുമായി വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് തലകറക്കം. ജീവിതത്തില് ഒരിക്കലെങ്കിലും തലകറക്കം അനുഭവപ്പെടാത്തവര് ചുരുക്കമായിരിക്കും. നമ്മളില് പലരും തലകറക്കം ഗൗരവമായി എടുക്കാതെ അവഗണിക്കുകയാണ് പതിവ്. ഗുരുതരവും അല്ലാത്തതുമായ പല കാരണങ്ങളാല് തലകറക്കം വരാം. കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴോ, തല തിരിക്കുമ്പോഴോ, സ്വയം കറങ്ങുകയോ, ചുറ്റും കറങ്ങുകയോ, നമ്മളെ എടുത്ത് മറിക്കുന്നത് പോലെ തോന്നുകയോ, ബാലൻസ് പോകുന്നത് പോലെ തോന്നുന്നതിനെയാണ് ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്നത്. ശരീരത്തിലെ ബാലൻസ് നിലനിർത്തുന്നത് തലച്ചോറും ശരീരത്തിലെ മറ്റു അവയവങ്ങളായ ചെവി, കണ്ണ്, നട്ടെല്ല്, നാഡി, സന്ധി എന്നിവ ഏകീകരിപ്പിച്ചുള്ള പ്രവർത്തനമാണ്. എല്ലാ തലചുറ്റലുകളും ട്രൂ വെർട്ടിഗോ ആകണമെന്നില്ല. പലപ്പോഴും കണ്ണില് ഇരുട്ട് കയറുക, ബോധം കെടുക എന്നീ പ്രശ്നങ്ങൾ ട്രൂ വെർട്ടിഗോ യുമായി ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങള് രക്തക്കുറവ്, വിളർച്ച, രക്തസമ്മർദ്ദം കൂടുക, കുറയുക, തൈറോയിഡ് രോഗം, സ്പോണ്ടിലൈറ്റിസ്, മൈഗ്രെന്, മൾട്ടിപ്പിള് സ്ക്ലിറോസിസ്, അപസ്മാരം, ഹൃദ്രോഗം, പ്രമേഹം, ട്യൂമര്, മാനസിക പിരിമുറുക്കം എന്നിവ മൂലവുമാകാം. എന്താണ് ചെവിയും ബാലൻസുമായുള്ള ബന്ധം? ചെവിയെ ബാഹ്യകർണം, മാധ്യകർണം, ആന്തരിക കർണം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ആന്തരിക കർണത്തിലെ വെസ്റ്റിബ്യൂല അപ്പരറ്റസ് ആണ് ചെവിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ തലയുടെ ചലനത്തെക്കുറിച്ചുള്ള വിവരണം വെസ്റ്റിബ്യൂല നാഡി വഴി തലച്ചോറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ചെവിയില് ഉണ്ടാക്കുന്ന രോഗങ്ങളോ, ബാലൻസിന്റെ ഞരമ്പായ വെസ്റ്റിബ്യൂല നാഡിയോ, അതു തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഇടങ്ങളില് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഈ ഏകോപനം തകരാറിലാക്കുന്നു. തൽഫലമായുണ്ടാക്കുന്ന ശാരീരികാവസ്ഥയാണ് ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്നത്. ഏകദേശം 80% യഥാർത്ഥ വെർട്ടിഗോയും ചെവിയുടെ ബാലൻസ് ഇല്ലായ്മ കാരണമായിരിക്കും വരുന്നത്. ചെറിയൊരു ശതമാനം തലച്ചോറിനകത്തുള്ള രോഗം കാരണവുമാകും. പ്രധാന രോഗലക്ഷണങ്ങള് സ്വയം കറങ്ങുന്നതുപോലെയോ, ചുറ്റും കറങ്ങുന്നത് പോലെയോ തോന്നുക, ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുക, മന്ദ, ചെവിക്കുള്ളില് മുഴക്കം, കേൾവിക്കുറവ്, ഛർദി. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന തലകറക്കമാണ് ബനൈൻ പെരക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ അഥവാ BPPV. സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതല് കണ്ടുവരുന്നത്. തലയുടെ അമിതമായ ചലനം ഏതാനും നിമിഷങ്ങള് നീണ്ടുനിൽക്കുന്ന തലകറക്കം ഉണ്ടാക്കുന്നതാണ് ലക്ഷണം. ആന്തരിക കർണത്തിനകത്തുള്ള ഓട്ടോലീത്ത് എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് തരികള് ഇളകി എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകത്തില് ഒഴുകി ചലനമുണ്ടാക്കുന്നതിനാലാണ് തലകറക്കം വരുന്നത്. ഡിക്സ് ഹെൽപൈക്ക് എന്ന ടെസ്റ്റ് വഴി രോഗനിർണയം നടത്താം. ഇതുകൂടാതെ കേൾവി ടെസ്റ്റ്, ഓഡിയോമെട്രി, OAE, ECOG, MRI സ്കാൻ, രക്തപരിശോധന എന്നീ പരിശോധനകളും ആവശ്യപ്പെടാം. റീപൊസിഷനിങ് വ്യായാമത്തിലൂടെയും വെസ്റ്റിബുലർ ഹാബിച്യുവേഷൻ തെറാപ്പി എന്ന ലളിതമായ വ്യായാമത്തിലൂടെയും രോഗം ഭേദമാക്കാം. അടുപ്പിച്ച് വീണ്ടും തലകറക്കം വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെർട്ടിഗോ ഉള്ളവര് കട്ടിലില് നിന്നോ കസേരയില് നിന്നോ എഴുന്നേൽക്കുന്നത് സാവധാനം ആയിരിക്കണം. തല പെട്ടെന്ന് തിരിക്കുന്നത് ഒഴിവാക്കണം. തല അല്പം പൊക്കി വെച്ച് ഉറങ്ങുന്നത് സഹായകരമായിരിക്കും. തല കുനിഞ്ഞുള്ള ജോലികള് കഴിവതും ഒഴിവാക്കുക. വാഹനമോടിക്കുന്നത്, യന്ത്രങ്ങള് ഉപയോഗിക്കുന്നത്, ഗോവണി കയറുന്നത്, വെള്ളത്തിന്റെയോ തീയുടെയോ അടുത്ത് പോകുന്നത് ഒഴിവാക്കാന് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് മെനിയറിസ് ഡിസീസ്. ആന്തരിക കർണത്തില് ഉള്ള എൻഡലിംഫ് ദ്രാവകത്തിന്റെ മർദ്ദം കൂട്ടുന്നതാണ് രോഗകാരണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക.